जय गोपीजनवल्लभा। ओम नमो भगवते देवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. ഞാൻ എൻ്റെ സാദര നമസ്കാരങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരു ശ്രീയുത പദകമലം. ശില്പമാതായി. वन्देऽहं श्रीगुरु श्रीयुतपथकमलं श्रीगुरु वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्ता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण कृष्णा कृष्णा हरे 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 राम 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 हरे हरे। മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതീന്ദ്രിയ ജ്ഞാനം, ഇന്ദ്രിയ ഗോചരങ്ങൾക്ക് സാധാരണഗതിയിൽ പിടികെട്ടുന്നതിൽ നിന്നും ഉപരിയായി ഉള്ള ജ്ഞാനം. ആ ജ്ഞാനം എന്തിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണ വിധേയമാക്കാനുള്ള ജ്ഞാനമാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മള് 1-ാമത്തെ അധ്യായത്തിലൂടെ പോയത് ആത്മാവും ആത്മാവിൻ്റെ ആ സഞ്ചാരങ്ങളാണ്, സോൾ ആൻഡ് ട്രാൻസ്മൈഗ്രേഷൻ. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പം നമ്മൾ ഒരു ആത്മാവിനെ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ പോകും. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ. നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിൽ നമ്മൾ പോകുമ്പം കുറേ പഠിക്കാനുണ്ട്. അതിനകത്ത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. ഒന്ന്, ദ ലെവൽ ഓഫ് നോളജ്. 2, ഹൗ ടു റിസീവ് ദ നോളജ്. അങ്ങനെ ആ അറിവ് 2 തലത്തിലും നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പോയിട്ട് വരുമ്പോഴാണ് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക്, നമ്മുടെ ദൃഷ്ടിക്ക് കാണുന്നതിൽ അപ്പുറത്തേക്ക് ചില സംഗതികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ അഴിച്ചുവിട്ട കാളയെ പോലെയല്ല പെരുമാറേണ്ടത്, അല്ലെങ്കിൽ കഴുത്തിൽ ബെൽറ്റില്ലാത്ത നായയെ പോലെയല്ല പെരുമാറേണ്ടത്.
കഴുത്തിൽ ബെൽറ്റുള്ള നായയെ പോലെയാണ് പെരുമാറേണ്ടത് എന്ന് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് 3-ാമത്തെ അധ്യായത്തിലെ നമ്മൾ റിവ്യൂ ആണ്. 3-ാമത്തെ അധ്യായത്തിലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. സുരേഷ് ഗോപി പ്രഭുവിനോടാണ് എന്ന് തോന്നുന്നു ആ ചോദ്യം പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞത്. ആചാര്യ എന്ന വാക്കിന്റെ നിർവചനം ഇംഗ്ലീഷിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മലയാളത്തിലാണെങ്കിലും പറയാം. ആചാര്യ. ഇവിടെ ഒരുപാട് പേരിന്റെ അറ്റത്ത് ആചാര്യൻ, ആചാര്യ എന്ന് പറഞ്ഞ് പ്രഭാഷണങ്ങൾ നടക്കും. കുഴപ്പമില്ല. സുരേഷ് ഗോപി പ്രഭുവിനെ നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാര്യം ഒരു ബാച്ചിലർ ലൈഫിന്റെ പരിമിതികൾ നമുക്കറിയാം. അത് നിന്നുകൊണ്ട് ഈ ക്ലാസിന്റെ ഇടയ്ക്ക് വണ്ടിക്കകത്ത് വന്നിരുന്ന് ഇത് ശ്രദ്ധാപൂർവം മുടങ്ങാതെ, മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മുടങ്ങാതെ വന്നിരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡേഞ്ചറസ് സോണിൽ ഇരുന്നുകൊണ്ട് എന്ന് തന്നെ ഞാൻ പറയാം. ആ ഒരു സോണിൽ ഇരുന്നുകൊണ്ട്, ബാക്കി എല്ലാവരും സേഫ് സോണാണ്, ചുറ്റുപാടുകളൊക്കെ അനുകൂലമാണ്. അതേസമയം ഞാൻ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും സേഫ് സോണിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. നമ്മള് ആചാര്യൻ ഒറ്റ വാക്കില് ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ആശാദേവി മാതാജി ഒരു നിമിഷത്തേക്ക് വേണമെങ്കിൽ വീഡിയോ ഓൺ ചെയ്തൊന്ന് വരാം, ഞങ്ങൾ എല്ലാവരും ഒന്ന് കാണാമല്ലോ. ഓക്കെ. ആചാര്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? പറഞ്ഞോളൂ. ഇപ്പൊ മാതാജി എന്തോ പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞ പരാവിദ്യയും അപരാവിദ്യയും പറഞ്ഞു തരുന്ന ടീച്ചറാണ് ആചാര്യൻ. ലൈക് ദ്രോണാചാര്യൻ പോലെ രണ്ടും പറഞ്ഞു തരുന്ന, ലൈഫ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ജീവിക്കണം, ആൻഡ് ഭഗവാനെ കുറിച്ച് പറയുന്നതും എല്ലാം ആണ് ആചാര്യൻ. ഒരു ഗുരു പോലെ. അതെ, മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു സിമ്പിൾ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗുരു അല്ലെങ്കിൽ ടീച്ചർ. പിന്നെ ഈ പറഞ്ഞതുപോലെ മാതാജി പറഞ്ഞതുപോലെ പരാവിദ്യ എടുക്കുമ്പം അതിനകത്ത് ഇമ്പോർട്ടൻസ് ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നവൻ. അതായത് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാനെ കുറിച്ച്, നമ്മുടെ വൈഷ്ണവ സമ്പ്രദായത്തില്, മധ്വാചാര്യ ഗൗഡീയ സമ്പ്രദായത്തില് ആരാണ് ആചാര്യൻ എന്ന വാക്ക്, ആരെയാണ് ആചാര്യൻ എന്ന വാക്ക് വെച്ച് അഭിസംബോധന ചെയ്യുന്നത്? മധ്വാചാര്യർ. പിന്നെ സത്യമാണ്, ആദ്യത്തെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തില് ആചാര്യന്റെ ഫസ്റ്റ് ആചാര്യനാണ് മധ്വാചാര്യർ. ശ്രീരാമാനുജ ആചാര്യർ, ശ്രീ സമ്പ്രദായം. ഞാൻ പറഞ്ഞ വൈഷ്ണവ സമ്പ്രദായത്തിൽ ശങ്കരാചാര്യരുണ്ട്. ഞാൻ വൈഷ്ണവ സമ്പ്രദായത്തിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നതാ, ഒന്ന് കാല് കടത്തി ആ ചാനലോട്ട് ഞാൻ വന്നു. അപ്പം ഇവിടെ മധ്വാചാര്യര്, അത് കഴിഞ്ഞ് പിന്നെ ആചാര്യൻ എന്ന വിശേഷണം ആർക്കുണ്ടായി? പിന്നെ ആർക്കുണ്ടായി? നമ്മള് ധ്യാന ശ്ലോകത്തിൽ പറയുന്നതാണ്, വന്ദേഹം ശ്രീഗുരു ശ്രീയുതപതകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാധുയിതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം. പിന്നെന്താ ലാസ്റ്റ് വരുന്നത്? ഐ തിങ്ക് ലോർഡ് ബ്രഹ്മ മുതല് പിന്നെ
Or Kumaraj, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഇതിലാരാണ് ആചാര്യൻ എന്ന് പറയുന്നത്? അദ്വൈതാചാര്യ. നമ്മുടെ അവിടെ ഗോസ്വാമി അദ്വൈത ആചാര്യയെ പറ്റി പറയുന്നു. അദ്വൈത ആചാര്യ ചൈതന്യ മഹാപ്രഭുവിന്റെ മെയിൻ അസോസിയേറ്റ്. ഈ അദ്വൈത ആചാര്യ ഉണ്ടായത് കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെ അദ്വൈതാചാര്യ ഉണ്ടായതുകൊണ്ട്. ആചാര്യ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്വൈത ആചാര്യയെ പോലെ ആരാണോ പ്രവർത്തിക്കുന്നത്, ഭഗവാന് സേവനം ചെയ്യുന്നത്, ആ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നത്, ആ തത്വങ്ങൾ ലോകമെമ്പാടും മറ്റ് ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ, മറ്റ് പ്രത്യുപകാരങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ പരമോന്നത ദാസനായി ആരാണോ അവതരിപ്പിക്കുന്നത് അവരെ ആചാര്യൻ എന്ന് പറയും. ഇത്തരം ആചാര്യന്മാര് നിരീശ്വരവാദികളുടെ പൈശാചിക പ്രവർത്തനങ്ങളെ ഒരിക്കലും പിന്തുണയ്ക്കത്തില്ല. നിരീശ്വരവാദികളുടെ പ്രവർത്തനങ്ങളെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളാണെന്ന് പറയും. അപ്പം അത് മാത്രമല്ല, ഇക്കൂട്ടർ നിരപരാധികളായ പൊതുജനങ്ങളുടെ മുമ്പാകെ ദൈവത്തെ പോലെ വരും. കാര്യം അവര് പറയുന്നതാണ് കറക്റ്റ് എന്ന് പറയും. അത് വഞ്ചകരാണ് എന്ന്, അത് അവരുടെ കൊമേഴ്ഷ്യൽ ബിസിനസ് ആണ് എന്ന് എടുത്തു കാട്ടുകയും ചെയ്യുന്നവനെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പം അദ്വൈത ആചാര്യയുടെ ജന്മം അങ്ങനെ ഒരു ജന്മമായി. 1434 ബംഗാളില് നവദ്വീപ് ധാമില് കുബേര പണ്ഡിറ്റിന്റെയും ശ്രീമതി നമാദേവിയുടെയും മകനായിട്ടാണ് ശ്രീ അദ്വൈത ആചാര്യൻ ജനിച്ചത്. ഇതൊക്കെ വളരെ നോട്ട് ചെയ്യണം. അവര് അങ്ങനെ ഈ അദ്വൈത ആചാര്യ നേരത്തെ നന്നു ആണോ നന്ദനെ ഒരു കഥ പറഞ്ഞിരുന്നു മാധവേന്ദ്രപുരിയെ കുറിച്ച്. അപ്പം ശ്രീ അദ്വൈത ആചാര്യ പിന്നീട് മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായിട്ട് മാറി. അങ്ങനെ പുള്ളാവതി ഗ്രാമത്തിൽ സാന്താചാര്യ എന്ന പണ്ഡിതന്റെ കീഴില് വേദങ്ങളൊക്കെ പഠിച്ചു. ഇപ്പം ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുമ്പിട്ട്, ഗൗരാംഗ മഹാപ്രഭു വരുന്നതിന് മുമ്പിട്ട് തന്നെ നവദ്വീപ് ധാമില് അദ്വൈതാചാര്യയുടെ നേതൃത്വത്തില് എല്ലാ വൈഷ്ണവ ഭക്തന്മാരും ഒത്തുകൂടുമായിരുന്നു. എന്നിട്ട് ആ യോഗത്തില് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ചർച്ച ചെയ്യുമായിരുന്നു. അദ്വൈതാചാര്യ പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ അദ്വൈതാചാര്യ ഭഗവാന്റെ ആ ശാളഗ്രാമ ശില പൂജിക്കുമായിരുന്നു. വളരെ സ്നേഹപൂർവം തുളസി, ഗംഗാജലം എന്നൊക്കെ അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ തീവ്രത കൂടിക്കൂടി വരുമ്പോഴത്തേന് ഒരുപക്ഷെ ചില സമയത്തൊക്കെ ഉറക്കം നിലവിളിക്കും, ഉച്ചത്തിൽ നിലവിളിക്കും. ആ ഗ്രാമം മുഴുവൻ അദ്വൈതാചാര്യയുടെ കരച്ചില് കേൾക്കുമായിരുന്നു. ഇത് അവിടെ മാത്രമല്ല കേട്ടത്, നമ്മുടെ ഭൂമിയെല്ലാം കടന്നിട്ട് ഗോലോക വൃന്ദാവനത്തിലും ഭഗവാൻ ഈ വിളി കേട്ടു. ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരം എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഭൂമിയിലേക്ക് വന്നത് എന്നതുപോലെ തന്നെ അദ്വൈത ആചാര്യരുടെ ആ സ്നേഹം തുളുമ്പുന്ന ഉച്ചത്തിലുള്ള വിളിയും കരച്ചിലുമൊക്കെ ഗോലോകത്തിൽ പ്രതിധ്വനിക്കുകയും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വരാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ മിശ്രയുടെയും സച്ചിദേവിയുടെയും മകനായിട്ട് നവദ്വീപ് ധാമിലെത്തി. അങ്ങനെ ചൈതന്യ മഹാപ്രഭു
അദ്വൈതാചാര്യയെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. അപ്പൊ വൃന്ദാവനത്തില് ശ്രീ മദൻ മോഹൻ എന്ന വിഗ്രഹമായിരുന്നു അദ്വൈതാചാര്യ പ്രാർത്ഥിച്ചിരുന്നത്. ഈ ആചാര്യൻ എന്ന വാക്ക് ചൈതന്യ മഹാപ്രഭുവാണ് അദ്വൈതാചാര്യക്ക് കൽപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ അദ്വൈതാചാര്യ ദൈവം തന്നെയാണെന്നാണ് ചൈതന്യ മഹാപ്രഭു വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കാരുണ്യത്താല് ഒട്ടും അറിവില്ലാത്ത മ്ലേച്ഛന്മാർ പോലും ആ കാലത്ത് ഭഗവത് ഭക്തരായി. അങ്ങനെ ആ ആചാര്യൻ എന്ന നിർവചനം പിൽക്കാലത്ത് ചൈതന്യ മഹാപ്രഭു അദ്വൈത ആചാര്യർക്ക് കൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അതുപോലെ അതിനുശേഷം ആചാര്യ എന്ന് വിളിക്കുന്നത് അദ്വൈതാചാര്യൻ എങ്ങനെയാണോ ഭഗവത് പ്രവർത്തനങ്ങള് ഭഗവത് സേവനങ്ങള് ചെയ്തത്, ആ ഏതൊരുവൻ അതുപോലെ ഭഗവത് സേവനം ചെയ്യുന്നുവോ ആ ആളെ ആചാര്യൻ എന്ന് വിളിക്കാം. ഇതാണ് ആചാര്യന്റെ ആദ്യത്തെ നിർവചനത്തിൽ നിന്ന് ഉള്ള മറ്റ് വിശദാംശങ്ങൾ. ഹരേ കൃഷ്ണ. നമ്മള് 4-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. നമ്മൾ വായിച്ച് നിർത്തിയത് 11-ാമത്തെ ശ്ലോകം. യേ യഥാ മാം പ്രപദ്യന്തി താം സദൈവ ഭജാമ്യഹം മമ വർത്തമാനി വർത്തന്തി മനുഷ്യ പാർത്ഥ സർവശഃ. എന്നിൽ ശരണം പ്രാപിക്കുന്നതിന് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു. പക്ഷേ എല്ലാവരും ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും, അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആണെങ്കിലും എല്ലാവരും എൻ്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. ആ പിന്തുടരുന്നതിനനുസരിച്ച് ഞാൻ അവർക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുന്നു. വെറുതെ ഒന്നും ഭഗവാനെ വിളിക്കേണ്ട എന്ന് ഭഗവാനും പറയുന്നുണ്ട്. അപ്പം ആ വിളിയുടെ മാസ്മരികത, അദ്വൈതാചാര്യ വിളിച്ചതുപോയ തീവ്രത, മാസ്മരികത മുന്താനം നമ്പൂതിരി പറയുന്നുണ്ട്. ലജ്ജയില്ലാതെ ഭക്തി കൊണ്ട് ആനന്ദം മൂത്ത് ലജ്ജയില്ലാതെ തുള്ളിച്ചാടണം. അതാണ് ചെയ്യുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തുമ്പോൾ അവിടെയാണ് ഭക്തി എന്ന് പറയുന്നത്. അവിടെ ഭഗവാനുള്ള സ്നേഹം, ആ മാസ്മരികത ആണ് ഭഗവത്ഗീത പഠനത്തോടെ നമുക്ക് ആർജിച്ചെടുക്കേണ്ടത്. അപ്പം അടുത്ത ശ്ലോകത്തിലോട്ട് നമ്മൾ പോകാം. അപ്പൊ അവിടെ പറഞ്ഞു നിർത്തിയത് അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരദീഹി തീവ്രേണ ഭക്തി യോഗേന യജതി പുരുഷം വരം. അകാമനാകട്ടെ, ഇത് ഒന്നും ആഗ്രഹമില്ലാത്തവരാകട്ടെ, എന്നാൽ പലതിനെയും ആഗ്രഹിക്കുന്നവരാകട്ടെ, മുമുക്ഷു ആവട്ടെ, സന്യാസിയാവട്ടെ, ഏതൊരാളും തീവ്രമായ ഭക്തിയോടെ, ഏതൊരു കാര്യത്തിനും നമുക്കൊരു തീവ്രമായ ഒരു ആഗ്രഹം ആവശ്യമാണ്. അത് ഭൗതികമായിട്ടാണെങ്കിലും അതല്ല ആത്മീയമായിട്ടാണെങ്കിലും ഒരു കാര്യം നേടുന്നതിന് ഒരു നോർമൽ ലെവൽ ആയാൽ പോരാ, തീവ്രമായ ഒരു വാഞ്ച ആവശ്യമാണ്. അങ്ങനെ തീവ്രമായ ഭക്തിയോടെ കൃഷ്ണാനുഭവത്തിൽ എത്തിക്കുന്ന പരിപൂർണത നേടാൻ വേണ്ടി പരംപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഏതു തരത്തിലാണെങ്കിലും ഭഗവാൻ പറഞ്ഞു നിർത്തുകയാണ്. ഏതു തരത്തിലാണെങ്കിലും അവന് പൊട്ടത്തരമാണ് ആവശ്യമെങ്കിലും മണ്ടത്തരമാണ് ആവശ്യമെങ്കിലും എന്ന ആവശ്യമുള്ളതാണ് വേണ്ടതെങ്കിലും എന്നെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയും. തത്മാശാസ്ത്രം പ്രമാണം തേ, ശാസ്ത്രം സത്യമാണ്. അപ്പൊ അടുത്ത ശ്ലോകത്തിലോട്ട് വായിക്കാം. കാക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർ ഭവതി കർമ്മജ. ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം അതീന്ദ്രിയജ്ഞാനം, ശ്ലോകം നമ്പർ 12. കാക്ഷന്ത കർമ്മണാം സിദ്ധിം
കാംക്ഷന്ത കർമ്മണാം സിദ്ധിം കേൾക്കുന്നില്ലേ എന്നെ? കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മച കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മച ശബ്ദാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ കി ജയ്. ഇഹ ഈ ലോകത്തിൽ കർമ്മണാം കർമ്മഫലങ്ങളുടെ സിദ്ധിം പൂർണ്ണതയെ കാംക്ഷന്ത ഇച്ഛിക്കുന്നവർ ദേവത ദേവതകളെ യജന്തേ യജ്ഞം കൊണ്ട് ആരാധിക്കുന്നു. ഹി തീർച്ചയായും മാനുഷ്യലോകെ മനുഷ്യ സമുദായത്തിൽ കർമ്മജ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്നുള്ള സിദ്ധി വിജയം ക്ഷിപ്രം വേഗത്തിൽ ഭവതി ഉണ്ടാകുന്നു. വിവർത്തനം ആവർത്തനത്തോടെ പ്രഭുപാദ കി ജയ്. ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നത് മൂലം ദേവന്മാരെ ആരാധിക്കുന്നു. ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ വിട്ട് പല പല ദേവന്മാരുണ്ട്, 33 കോടി ദേവന്മാരുണ്ട്. ആ ദേവന്മാരെ അതിനപ്പുറത്തോട്ട് പോകും, ഭൂത പ്രേത പിശാചുക്കളെ എല്ലാം വിളിക്കാൻ പോകും. ഈ ക്ഷേത്രത്തിൽ ദേവാരാധന മാത്രമല്ല, ഇവര് പിന്നെ രാത്രി പൂജയ്ക്കും പോകും, കാളി പൂജകൾ എല്ലാം പോകും. പ്രേത ഭൂത പിശാചുക്കളെ ഉണ്ടെങ്കിൽ അതും പോകും. അപ്പൊ എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്, ഭഗവാൻ പറയുന്നത്. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മച ക്ഷിപ്രമാതാജി. ഹരേ കൃഷ്ണ. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധി. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. കക്ഷന്തെ കർമ്മണാം സിദ്ധിം യജന്തെ ഇഹ ദേവതഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ.
ഹരേ കൃഷ്ണ. നന്നു ഹരേ കൃഷ്ണ. काङ्क्षन्त कर्मणां सिद्धिं यजन्त इह देवता क्षिप्रं हि मानुषे लोके सिद्धिर्भवति कर्मजा. ഹരേ കൃഷ്ണ. काङ्क्षन्ते कर्मणां सिद्धिं यजन्त इह देवता क्षिप्रं हि मानुषे लोके सिद्धिर्भवति कर्मजा. ഹരേ കൃഷ്ണ. ശിവമാതാജി ചൊല്ലിയായിരുന്നോ? എല്ലാരും ചൊല്ലി. രാജീവ് പ്രഭു എന്തോ? നാട്ടിലോട്ട് ആ ശ്ലോകം ഇട്ട് തരാം ശിവമാതാജിക്ക്. ഇംഗ്ലീഷ് ഇട്ടിട്ടുണ്ട്, നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഭാസ്കരൻ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്തം ഇക ദേവതാഃ ക്ഷിപ്രം കർമ്മച. ഹരേ കൃഷ്ണ. ഭാസ്കരൻ പ്രഭു നെറ്റ് ഇഷ്യൂ ഉണ്ട്, കേട്ടു 2 വരി. ഓക്കെ, ഹരേ കൃഷ്ണ. ചേട്ടാ ഹരേ കൃഷ്ണ. ഓക്കെ. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്തം ഇക ദേവതാ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആമി. यजन्त इह देवता क्षिप्रं हि मानुषे लोके सिद्धिर्भवति कर्मजा. हरे कृष्ण. कांक्षन्त कर्मणां सिद्धिं यजन्त इह देवताः क्षिप्रं हि मानुषे लोके सिद्धिर्भवति कर्मजा. ഹരേ കൃഷ്ണ. അച്ഛൻ എവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാംക്ഷന്ത കർമ്മണാ സിദ്ധിം യജന്ത ഇഹ ദേവതാ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭുവിനെ വായിക്കാൻ അസൗകര്യം ഉണ്ടായിരിക്കും അല്ലേ? ഹരേ കൃഷ്ണ. മനോജ് പ്രസീത മാതാജി. ഹരേ കൃഷ്ണ. इह देवताः क्षिप्रं हि मानुषे लोके सिद्धिर्भवति कर्मजा. हरे कृष्ण. ഹരേ കൃഷ്ണ. ആശാദേവി മാതാജിക്ക് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ വായിക്കാമോ? മെൻ ഇൻ ദിസ് വേൾഡ് ഡിസയർ സക്സസ് ഇൻ ഫ്യൂട്ടീവ് ആക്ടിവിറ്റീസ്. വായിക്കാമോ?
വായിച്ചോളൂ. ഒരു സെക്കൻഡ്. എന്ത് ട്രാൻസ്ലേഷൻ ആണോ വായിക്കേണ്ടത് അതോ മലയാളം അല്ലേ? ട്രാൻസ്ലേഷൻ. അതെ, മലയാളം ഉണ്ട്. എന്നാ വായിച്ചോളൂ, മലയാളം വായിച്ചോളൂ. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നത് മൂലം ദേവന്മാരെ ആരാധിക്കുന്നു. ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ. ഇതെല്ലാം നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭൗതികമായിട്ട് പെട്ടെന്നൊരു നേട്ടം വേണം. ആ നേട്ടം ആരെങ്കിലും വന്ന് പറയും നീ പോയി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. ഈ അടുത്തിടയ്ക്കും ഒരാൾ വന്ന് പറഞ്ഞു അവരുടെ പൂജാവിധികളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ, അവരുടെ മകന്റെ വിവാഹം പെട്ടെന്ന് നടന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ വിവാഹമൊക്കെ അവർക്ക് തോന്നും പെട്ടെന്ന് അവിടെ പോയത് കൊണ്ടാണ് നടന്നത്. അങ്ങനൊന്നും അല്ല. ഇതിനൊക്കെ ഓരോ കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് കൃത്യമായിട്ട് അതിൻ്റെ വഴിക്ക് പോകും. ഈ അടുത്തിടയ്ക്ക് വേറൊരു ക്ലാസ്സിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നവദമ്പതികൾ അവര് മധുവിധുവൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് അവര് വിചാരിച്ചു നമുക്കിപ്പോഴേ കുട്ടികളൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മെച്ചുറൊക്കെ ആയിട്ട് മതി എന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു വർഷമൊക്കെ കടന്നുപോയി. രണ്ടാമത്തെ വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് പലരും ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ളവരാണല്ലോ, നമുക്കറിയാമല്ലോ, നമ്മളെക്കാൾ കൂടുതൽ ബോധറാവുന്നത് നമ്മുടെ നാട്ടുകാരാണ്. അപ്പൊ അവര് വിളിച്ച് ചോദിച്ചു തുടങ്ങി കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പൊ അവര് വീണ്ടും പുനർചിന്തനം ചെയ്തു. എന്നാ ഒക്കെ നമുക്ക് എല്ലാവരും ചോദിക്കുന്നു, അപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ആകാം. പക്ഷേ കുട്ടികളാവുന്നില്ല. പല ഡോക്ടർമാരെയും കൺസൾട്ട് ചെയ്തു. പക്ഷേ ഡോക്ടർമാർ നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, രണ്ടുപേരും പെർഫെക്റ്റ് ആണ്. അപ്പം ഇത് പ്രശ്നം എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഡിസൈഡ് ചെയ്തൊരു ഡിസിഷൻ പോയിന്റ് ഉണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, ആ ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റ് ഏത് തരത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ നാഡീവ്യൂഹങ്ങളിൽ ഇന്ദ്രിയങ്ങളെ സംബന്ധിക്കുന്നത്. അപ്പോഴാരാണ് കേട്ടത്? ആ ആള് വീണ്ടും തീരുമാനിക്കണം. നമ്മൾ തീരുമാനിച്ച പോരാ. അവര് അന്ന് പറഞ്ഞത് ആ ആള് കേട്ടു. ഇനി ആ ആള് തിരിച്ചു കേൾക്കണം, ഞങ്ങൾക്ക് ഇനി ആവശ്യമാണ് എന്നുള്ളത്. അവിടെയാണ് വിഷയം. അപ്പം ആ രംഗത്തെ ആ മൊമെന്റിനെ അതുപോലെ റീക്രിയേറ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. ഇതൊരു സത്യമാണ്. കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരാൾ സാങ്ഷൻ ചെയ്യാൻ വേണമല്ലോ, ഒരാൾ സാങ്ഷൻ ചെയ്യാൻ വേണം. അപ്പൊ ആ സാങ്ഷൻ ചെയ്ത ആള് രണ്ടാമത് പറയുന്നത് അഭ്യർത്ഥന കേൾക്കണം. അപ്പം നേരത്തെ എങ്ങനെയാണ് നമ്മളൊരു ഫോർമാറ്റ് ഉണ്ടാക്കി കൊടുത്തത്, അതേപോലെ തിരിച്ചും അതേപോലെ ഫോർമാറ്റിൽ ആ ഫോർമാറ്റിൽ തന്നെ റിപ്ലൈ കൊടുക്കണം. ഇതൊക്കെ പല കണക്കുകളാണ്. അപ്പം അതുപോലെയാണ് നമ്മളുടെ അവസ്ഥയും. എവിടെയാണ് നമുക്ക് പെട്ടെന്ന് നേട്ടം കിട്ടുന്നത് അങ്ങോട്ട് നമ്മൾ ഓടിപ്പോകും. അപ്പൊ ഇതിന്റെ ഭാവാർത്ഥം നമുക്ക് വായിക്കാം. വിപിൻ പ്രഭു ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഈ ഭൗതിക ലോകത്തിലെ ദേവന്മാരെ കുറിച്ച് നമുക്ക് വലിയ തെറ്റിദ്ധാരണയുണ്ട്. മഹാവിദ്വാൻമാരെന്ന് കരുതപ്പെടുന്നവരെങ്കിലും ബുദ്ധി കുറഞ്ഞ അത്തരക്കാർ ദേവന്മാരെ ഭഗവാൻ കൃഷ്ണന്റെ വിവിധ രൂപങ്ങളായി കരുതുന്നു. വാസ്തവത്തിൽ ദേവന്മാർ ഭഗവാന്റെ വിവിധ രൂപങ്ങളല്ല, അവർ അദ്ദേഹത്തിന്റെ അംശങ്ങളാണ്. ഈശ്വരൻ ഏകനാണ്, അംശങ്ങൾ അസംഖ്യവും. വേദോക്തമിതം
വേദോക്തം ഇതാണ്: നിത്യോ നിത്യോനാം ഈശ്വരൻ ഏകൻ, ഈശ്വര പരമകൃഷ്ണ കൃഷ്ണൻ, ഒരാൾ മാത്രമാണ് സർവേശ്വരൻ. ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭരണത്തിന് അദ്ദേഹത്താൽ നിയമിതരായവരാണ് ദേവന്മാർ. പല നിലവാരത്തിലുള്ള ഭൗതിക ശക്തികളുള്ള ജീവാത്മാക്കളാണവർ. നിത്യാനാം നാരായണൻ, കൃഷ്ണൻ, വിഷ്ണു എന്നിങ്ങനെ അറിയപ്പെടുന്ന സർവേശ്വരന് തുല്യരല്ല ഈ ദേവന്മാർ. ദേവന്മാരെയും സർവേശ്വരനെയും ഒരുപോലെ കാണുന്നവർ നാസ്തികരോ പാഷണ്ഡികളോ ആണ്. ദേവോത്തമന്മാരായ ബ്രഹ്മാവിനെയും ശിവനെയും കൂടി പരമപുരുഷനോട് ഉപമിക്കാവുന്നതല്ല. വാസ്തവത്തിൽ ദേവന്മാരായ ശിവ ബ്രഹ്മാദികളും സർവേശ്വരനെ ആരാധിക്കുന്നു. ശിവ വിരിഞ്ചിനുത്തം എന്നാൽ ആശ്ചര്യം തന്നെ. മൃഗദേവാരാധന, മനുഷ്യാരാധന തുടങ്ങിയ തെറ്റായ ധാരണകൾക്ക് അടിമപ്പെട്ട് മുഖ്യരെ പൂജിക്കുന്നവരായിട്ട് ഇവിടെ പല മൂഢജനങ്ങളുണ്ട്. ഇഹദേവത എന്ന പദം ഈ ഭൗതിക ലോകത്തിലെ പ്രഭാവശാലിയായ മനുഷ്യനെയോ ദേവനെയോ സൂചിപ്പിക്കുന്നു. ഭഗവാൻ നാരായണൻ അഥവാ കൃഷ്ണൻ, വിഷ്ണു ഈ ഭൗതിക ലോകത്തിൽ പെടുന്നില്ല. ഭൗതിക സൃഷ്ടിക്ക് അതീതനാണ് അദ്ദേഹം. അവ്യക്തിഗതവാദികളുടെ ആചാര്യനായ ശ്രീപാദ ശങ്കരാചാര്യൻ പോലും നാരായണൻ അഥവാ കൃഷ്ണൻ ഭൗതിക സർഗത്തിനതീതനാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ടും മൂഢന്മാർ, ഹൃദജ്ഞാനർ താമസം വിന ബലം ലഭിക്കുന്നതിനായി ദേവന്മാരെ ആരാധിക്കുന്നു. ബലം അവർക്ക് ലഭിക്കാറുമുണ്ട്. എന്നാൽ അങ്ങനെ കിട്ടുന്ന ബലങ്ങൾ ക്ഷണികങ്ങളാണെന്നും ബുദ്ധി കുറഞ്ഞവർക്ക് വേണ്ടുന്നവയാണെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ബുദ്ധിശാലിക്ക് കൃഷ്ണാവബോധമുണ്ട്. താത്കാലികമായ നേട്ടത്തിനു വേണ്ടി നിസാരന്മാരായ ദേവന്മാരെ ആശ്രയിക്കുകയുമില്ല. ഈ ഭൗതിക ലോകത്തിലെ ദേവന്മാരും അവരുടെ ആരാധകരും പ്രപഞ്ചവാസത്തിൽ നശിച്ചു പോകുന്നു. ഭൗതികവും നശ്വരവും അത്രേ ദേവന്മാരിൽ നിന്ന് കിട്ടുന്ന വരദാനങ്ങൾ. എല്ലാ ഭൗതിക ലോകങ്ങളും ദേവന്മാരുൾപ്പെടെ അവയിൽ നിവാസികളും സർഗസമുദ്രത്തിലെ കുമിളകൾ മാത്രമാണ്. എന്നിരിക്കലും ഇവിടെ മനുഷ്യ സമുദായം, ഭൂസ്വത്ത്, കുടുംബം, സുഖസൗകര്യങ്ങൾ എന്നീ ക്ഷണികങ്ങളായ ഭൗതിക ഭോഗങ്ങൾക്കായി പരക്കം പായുന്നു. ക്ഷണികങ്ങളായ അവ കൈവശപ്പെടുത്തുവാൻ വേണ്ടി ദേവന്മാരുടെയും സമൂഹത്തിൽ സ്വാധീന ശക്തി ചെലുത്തുന്ന മനുഷ്യരുടെയും ആരാധിക്കുകയും ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനെ സേവിച്ച് ഒരു മന്ത്രിപദം നേടാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമായെന്ന് അവർ കരുതുന്നത്. താത്കാലിക ഗുണങ്ങൾക്ക് വേണ്ടി വമ്പന്മാരായ ജനനേതാക്കളെന്ന് വിളിക്കപ്പെടുന്നവർക്ക് മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് അവർ അഭീഷ്ടങ്ങൾ നേടുന്നുമുണ്ട്. ഭൗതിക ജീവിത ക്ലേശങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കൃഷ്ണാവബോധത്തെ ആശ്രയിക്കണമെന്ന് ഈ മൂഢന്മാർക്ക് തോന്നാറില്ല. അവരെല്ലാം ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നിൽ പരക്കം പായുന്നു. ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള ചെറിയ ഒരു അവസരം ലഭിക്കുന്നതിനായി അവയുടെ ചുമതല വഹിക്കുന്ന ദേവന്മാരായ ജീവാത്മാക്കളെ അവർ പ്രീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രായേണ മനുഷ്യർക്ക് കൃഷ്ണാവബോധത്തിൽ താല്പര്യമുദിക്കാറില്ലെന്നും മറിച്ച് അവർ ഭൗതിക സുഖാസക്തരായാൽ ശക്തരായ ജീവാത്മാക്കളെ ആരാധിക്കുകയാണ് പതിവെന്നും ഈ ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു. ഇപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് മറ്റ് ദേവന്മാരെ ആരാധിക്കുന്നതെന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ സംശയങ്ങളോ ഉണ്ടോ? ആ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് വേണം അങ്ങോട്ട് നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഈ വായിച്ചത് പറയുന്നു? പ്രഭു, അത് എനിക്ക് ഇപ്പോഴാണ് ഈ ശ്ലോകത്തിൽ നിന്ന് വലിയൊരു കാര്യം ഞാൻ ഈ അന്വേഷിച്ച സാധനം കിട്ടി എനിക്ക്.
അത് എന്താന്ന് ചോദിച്ചാല് ഈ മുതൽ ശിവനും ബ്രഹ്മാവും ഒക്കെ ഭഗവാനെ ഭജിക്കുന്ന സാധാ ദേവന്മാരിൽ പെടുന്നതാണെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യമായത്. അപ്പൊ അതിനും ഉയരത്തിൽ കൃഷ്ണാവബോധം വേണം, അതാണ് ഏറ്റവും ഉയരത്തിലുള്ളത് എന്ന് മനസ്സിലായി. എക്സാക്ട്ലി. ഹരേ കൃഷ്ണ. അപ്പൊ ആ സംശയം ഇപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് സുരേഷ് ഗോപി പ്രഭു പറഞ്ഞപ്പോഴത്തേന് ആ സംശയം നമുക്ക് മാഞ്ഞു കഴിഞ്ഞു. മായണം, അതായത് മഹാദേവര് പോലും ശ്രീമദ് മഹാഭാഗവത്തിൽ പറയുന്നുണ്ട്, മഹാദേവര് പോലും ആ രുദ്രഗീതം 4-ാമത്തെ സ്കന്ധത്തിലാണ് രുദ്രഗീതം, ഒരു 10-34 ശ്ലോകങ്ങളുണ്ട് ഭഗവാനെ പുകഴ്ത്തുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മഹാദേവരും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഭാഗവത്തിൽ, വൈഷ്ണവാനാം യഥാശംഭു, വൈഷ്ണവന്മാരിൽ ഏറ്റവും വലുതാണ്, ഏറ്റവും ശ്രേഷ്ഠനായ വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ മഹാദേവരാണ്. പിന്നെ വീണ്ടും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, രുദ്രാണാം ശങ്കരച്ചാസ്മി, 11 രുദ്രന്മാരിൽ ശങ്കരൻ എന്നെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതൊരു വശത്ത്. പിന്നീട് നമുക്ക് മനസ്സിലാക്കുമ്പം നമ്മൾ മഹാവിഷ്ണുവിൽ നിന്നാണ് ഭൗതികമായിട്ട് സാധാരണയായി കാണുന്നത്. അത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ത്രിമൂർത്തികൾ എല്ലാവരും ഒരേ സ്ഥാനമൊന്നുമല്ല. അച്ഛൻ ഒന്നേ ഉണ്ടാകത്തുള്ളൂ, സൂര്യൻ ഒന്നേ ഉണ്ടാകത്തുള്ളൂ, ചന്ദ്രൻ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. നക്ഷത്രത്തെ കണ്ടുകൊണ്ട് അത് സൂര്യനാണ്, നക്ഷത്രത്തിന്റെ പ്രകാശം കണ്ടിട്ട് അത് സൂര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. സൂര്യനെ കൊണ്ടുള്ള ഗുണങ്ങൾ നക്ഷത്രത്തെ കൊണ്ട് ചെയ്ത് കിട്ടുമോ? അതുപോലെ തന്നെ ഈ നക്ഷത്രം പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ വേണ്ടേ? ഈ ചന്ദ്രൻ പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ സൂര്യൻ വേണ്ടേ? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ അനലിറ്റിക്കൽ സ്റ്റഡിയാണ്, സാംഖ്യയോഗം കഴിഞ്ഞിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. ഇവിടെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ മഹാവിഷ്ണു അനന്തശായിയായിട്ട് കിടക്കുന്നു. ആ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് വരുന്നു. ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്ന് മഹാദേവര് വരുന്നു. ക്ലിയർ അല്ലേ? ഉത്പത്തി ക്ലിയർ അല്ലേ? അല്ലേ? ഭൗതികമായിട്ട് നിൽക്കുമ്പോൾ വളരെ ക്ലിയർ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെർട്ടൺ ഡ്യൂട്ടീസ്, ചില സെക്ഷൻസ് അവർക്ക് സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇവരെല്ലാം ഭഗവാന്റെ സേവകരാണ്, ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ചില കാര്യങ്ങൾ പെട്ടെന്ന് അറിയാം, നമ്മുടെ ഭൂമിയിലുള്ളവർ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് വരും. അത് കൊടുക്കാനുള്ള സാങ്ഷനും ഭഗവാനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിത് വായിക്കുമ്പം ഓർമ്മ വരുന്നത്, പണ്ട് സുശിംപ്രഭൊക്കെ പഠിച്ചിട്ടുണ്ടോ അറിയില്ല. 8ാം ക്ലാസ്സിൽ മലയാളത്തിൽ ഒരു പാഠമുണ്ടായിരുന്നു, കുറുക്കു വഴികൾ. അതെ അല്ലേ? ആരായിരുന്നു അത് എഴുതിയിരിക്കുന്നത്? ബാലകൃഷ്ണ പിള്ള, ഏതൊരു ബാലകൃഷ്ണ, കേസരി ബാലകൃഷ്ണ പിള്ള. വഴികള് എനിക്ക് തോന്നുന്നത് കുറുക്കു വഴികൾ കൊണ്ടുള്ള അബദ്ധങ്ങളും എല്ലാം, നമ്മളെല്ലാം കുറുക്കു വഴികൾ തേടിയ, ചിലപ്പം മുള്ളു കാണും, ആ പാതകൾ മുള്ളു കാണും, ചിലപ്പം ഗട്ടറുകൾ കാണും. എന്നാലും നമുക്ക് പെട്ടെന്ന് എത്തിക്കൂടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ ദുർഘടമായ പാതയിലൂടെ നമ്മൾ പോവുകയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ 33 കോടി ദേവന്മാരും നമുക്ക് സാങ്ഷൻ ചെയ്യാൻ നിപ്പുണ്ട്. ഇതിന് ഒരു ഡ്യൂറേഷൻ ഉണ്ട് എന്ന് മാത്രമല്ല, ഇത് പിന്നീട് നമുക്ക് പല പ്രശ്നങ്ങളും കൊണ്ടുവരും. നമ്മൾ കാമാസക്തി കൊണ്ട് മാത്രമാണ് ഓരോ ദേവതമാരുടെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു നേർ വിപരീത അവസ്ഥയിൽ നമ്മൾ എത്തും. കാര്യം നമ്മുടെ കാമ ആസക്തികൾ, അതായത് അധികമായ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വഴിപാടിന്റെ ഭാഗമായിട്ടാണ് ഭഗവാന്റെ അടുത്തെത്തുന്നത്. ഈ വഴിപാട് നമുക്ക് ഒരുപാട് നാൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ഒരു വഴിപാട് അപ്പൊ ഏതൊരു കള്ളനും ഒരുപാട് നാൾ കള്ളത്തരം കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, എവിടെങ്കിലും പിടിക്കും. എന്ന് പറയുന്നത് പോലെ ഒരുപാട് നാള് നമുക്ക് തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ഘട്ടത്തിൽ മറക്കും. തീർച്ചയാണ് ഈ മറവി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അത് നശ്വരമായി തീരും. വീണ്ടും നമ്മൾ താഴോട്ട് പതിക്കും. ഇവിടെ ഭഗവാൻ ഒന്നും പറയുന്നില്ല. അവിടെ പറയുന്നു, എൻ്റെ നേതൃത്വത്തിലേക്ക്, അതായത് എൻ്റെ ലീഡർഷിപ്പിലേക്ക് ചിലർ വരത്തില്ല. അവർ പരോക്ഷമായി മറ്റു ലീഡേഴ്സിന്റെ അടുത്തോട്ട് പോകുന്നു, അവരാരാധിക്കുന്നു അവരെ. എന്തുകൊണ്ടാണ്? അവർക്ക് ചില
കർമ്മങ്ങൾ നിറവേറ്റണം. പ്രഭുപാദൻ അതിന് ഉദാഹരണം പറഞ്ഞത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിൽ പലരും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. പിന്നീട് അവർക്ക് പല സ്ഥാനങ്ങളും ഉന്നത മന്ത്രിസ്ഥാനവും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ആയി, യോഗ്യതയില്ലെങ്കിൽ കൂടിയിട്ട്. എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു ലീഡറിനെ അല്ലെങ്കിൽ നമ്മളൊരു ദേവനെ സമീപിക്കുന്നത്. അപ്പം ദേവന്മാരെ ആരാധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ നമുക്ക് ഒരു സന്തോഷം, മനസ്സിന് ശാന്തി അല്ലെങ്കിൽ ആശ്വാസം കിട്ടും. പക്ഷേ ഭഗവാൻ വീണ്ടും പറയുന്നു, 9ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. എന്താണ് പഠിച്ചത്? ജന്മ കർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്വക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്ര സ്വഭാവം ഗ്രഹിച്ചവർ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരില്ല. അതായത് ഭഗവാൻ ആണ് പ്രാപ്യസ്ഥാനം, പരമോത്കൃഷ്ടൻ എന്ന് മനസ്സിലാക്കി ഭഗവാനെ വിളിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ശരീരം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ദുരിതം പിടിച്ച ഈ ലോകത്തേക്ക് തിരിച്ചു വരേണ്ടതേയില്ല. ഭഗവാനെ സേവിച്ച് നമുക്ക് അവിടെ കഴിയാം. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഇല്ല എന്നുണ്ടെങ്കിൽ പുനരഭിജനനം പുനരഭിമരണം. എപ്പോഴും വായിക്കാം, ശങ്കരാചാര്യര് പറഞ്ഞതിൻ്റെ കൂട്ട് ഇല്ലേ ശില്പമായി? പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മൂഢന്മാരെ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കാമ്യകർമ്മങ്ങളിൽ കൂടെ പോകാതെ, ഈ അടുക്കുകളിൽ കൂടെ പോകാതെ, ഈ ചെളിക്കുണ്ടുകളിൽ കൂടെ പോകാതെ ഭഗവാൻ ഗോവിന്ദനെ വിളിക്കൂ, ഇവിടുന്ന് രക്ഷപ്പെടൂ എന്ന് ശങ്കരാചാര്യര് പറഞ്ഞിട്ട് പോയി. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ. ആരോടും യാതൊരു ദേഷ്യമോ അകൽച്ചയോ ഒന്നും വിരോധമോ ഒന്നും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഭഗവാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എന്റെ അടുത്ത് വരുന്നവർക്ക് ശാശ്വതമായ സ്ഥാനമാണ് കിട്ടുന്നത്. അവൻ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്ത് ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ഈ പുരോഹിതൻ അദ്ദേഹത്തിന് എന്തോ ആവശ്യത്തിനായിട്ട് അക്ബറുടെ അടുത്ത് പോയി. അക്ബറുടെ അടുത്ത് ചെല്ലുമ്പോൾ അക്ബർ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ആ ദർബാറിൽ ഇങ്ങനെ കാത്തിരുന്നു. കുറെ കാത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബോറടിച്ചു. അദ്ദേഹം വിചാരിച്ചു, എന്താണ് നമ്മുടെ രാജാവ് പ്രാർത്ഥിക്കുന്നത്, ഒന്ന് കേട്ടുകളയാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ റൂമിൽ പോയി ഒളിച്ചു നിന്നിട്ട് ഇങ്ങനെ ചെവി വെച്ച് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പൊ പറഞ്ഞെന്തുവാ? അക്ബർ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നല്ല ശക്തിമത്തായ യുദ്ധസൈന്യം വേണം, പണം വേണം, പ്രതാപം വേണം, ഐശ്വര്യം വേണം. ഇതൊക്കെ കേട്ടിട്ട് ഈ പുരോഹിതൻ പതുക്കെ തിരിച്ച് ദർബാറിലേക്ക് വന്ന് അവിടെ ഇങ്ങനെ മുഖം കുനിച്ചിരുന്നു. അക്ബർ തിരിച്ചു വന്നു. ആരാണ് എന്നെ കാണാൻ വന്നത്? അപ്പം അവിടുത്തെ മന്ത്രിമാര് പരിചയപ്പെടുത്തി കൊടുത്തു, ഈ പുരോഹിതനാണ് അങ്ങേ കാണാൻ വന്ന്, കുറെ നേരമൊക്കെ ആയി. അപ്പം പുരോഹിതന്റെ അടുത്ത് ചോദിച്ചു, എന്താ ആവശ്യം, എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ റെഡിയാക്കി തരാം എന്ന് ഉറപ്പ് കൊടുത്തു. പുരോഹിതൻ പറഞ്ഞു, ഞാൻ സത്യം നിഷേധിക്കുന്നില്ല, ഞാൻ ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്, പക്ഷെ ഇനി ഞാനത് ചോദിക്കുന്നില്ല, എനിക്കത് ആവശ്യമില്ല അങ്ങയിൽ നിന്ന് പറഞ്ഞു. അക്ബറിന് അത്ഭുതമായി. എന്താ, കുറച്ചുകൂടെ വ്യക്തമാക്കാൻ പറഞ്ഞു. ഈ പുരോഹിതൻ പറഞ്ഞു, അങ്ങും പിച്ചക്കാരനാ, അങ്ങും പിച്ചക്കാരനാണ്, അങ്ങും ഇതെല്ലാം ചോദിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്, എന്നാ പിന്നെ എനിക്ക് നേരിട്ട് പോയി ഭഗവാന്റെ അടുത്ത് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. ഇതാണ് ഈ ഭൗതിക ലോകം. ഇവിടെ അതുകൊണ്ട് ഈ 12ാമത്തെ ശ്ലോകത്തിലൂടെ
നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാമ്യകർമ്മങ്ങളാണെങ്കിൽ പോലും ഭഗവാന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ മറ്റ് ദേവന്മാരെന്ത് ചെയ്യും? അവരും ദേവന്മാരല്ലേ, ഭഗവാന്റെ സൃഷ്ടിയല്ലേ എന്ന് ചോദിച്ചാലോ? തീർച്ചയായിട്ടും ആ ദേവന്മാരുടെ അടുത്ത് പോകണം. ഒരിക്കലും ഭഗവാൻ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ ആ ദേവന്മാരെല്ലാം ഭഗവാന്റെ സേവകരാണ് എന്നുള്ളത് ഓർമ്മ വേണം. അപ്പോൾ ആ ദേവന്മാരെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിനായി കെഞ്ചണം, ദയാവായ്പ നടത്തണം, ഭഗവാന്റെ ഭക്തി ഞങ്ങളിൽ ഉണ്ടാക്കി തരണം എന്ന് പറയണം. അതിനവർക്ക് കഴിവുണ്ട്. വാഞ്ചാ കൽപതരൂപ്യച്ച കൃപാസിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാ വൈഷ്ണവരും, എല്ലാ വൈഷ്ണവ ദേവന്മാരും വൈഷ്ണവ സന്യാസിമാരും പതിതാത്മാക്കളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട്. അവര് കൽപ്പവൃക്ഷങ്ങളെ പോലെയാണ്. അപ്പൊ അവരുടെ അടുത്ത് അൾട്ടിമേറ്റ് ആയിട്ട് പറയേണ്ടത്, ഓ ദേവാ, ഭഗവാന്റെ ആ പ്രേമഭക്തി, ഭഗവാനോടുള്ള പ്രേമഭക്തി ഓരോ നിമിഷം കൂടുന്തോറും എനിക്ക് കൂടിക്കൂടി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരയണമേ എന്നാണ്. ആ ഒരൊറ്റ റിക്വസ്റ്റേ മറ്റ് ദേവന്മാരോട് ചെയ്യാൻ പാടും. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന. അപ്പൊ കാംക്ഷന്തി കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഹ ക്ഷിപ്രം ഹിമാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാഹ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ശ്ലോകം പറയുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശക തസ്യ കർത്താരം അഭിമാം വൃത്തി കർത്താരം അവ്യയം. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്നറിയുക എന്ന് പറയുന്നത്. ഇതിനകത്തൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതായത് കർമ്മബന്ധങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. 3-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, പല ജന്മങ്ങൾ വരുന്നതും ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരുന്നതും എല്ലാം നമ്മുടെ പൂർവ്വജന്മത്തിലെ ഗുണസ്വഭാവങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ജന്മത്തില് നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. അത് ഭഗവാൻ ഉത്തരവാദിയല്ല. അതേസമയം നമുക്ക് തിരിച്ചു പോകാനുള്ള ഉപായം കൂടെ ഭഗവാൻ തന്നു. അതുകൊണ്ട് നിന്റെ കഷ്ടപ്പാടിനോടോ അല്ലെങ്കിൽ നിന്റെ ജന്മത്തിനോടോ അല്ലെങ്കിൽ നിന്റെ കാറ്റഗറിയോടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ ഡ്യൂട്ടിയാണ് നീ എന്താണ് ചെയ്തത് അതിനനുസരിച്ച്, നീ എന്താണ് സ്നേഹിച്ചത് അതിനനുസരിച്ച് ഒരു ദേഹം തരിക. സുശീംപ്രഭു നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, മരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം അടുത്ത ജന്മത്തിനനുസരിച്ചിട്ടുള്ള ബോഡിയുടെ ട്രെയിനിങ് ഉണ്ട്. ഈ ആത്മാവിനെ ഇനി പുറത്തെടുക്കും. ഈ ആത്മാവിനെ പുറത്തെടുത്തിട്ട് നായയാണെങ്കിൽ നായയുടെ ഒരു ശരീരത്തോട്ട് കയറ്റി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ട്രെയിനിങ് പീരീഡിൽ വലിയ കഷ്ടപ്പാടാണ്. കാര്യം അത്രയ്ക്ക് വേദനയാണ്. മിലിറ്ററി ട്രെയിനിങ് പോലെ അത്രയ്ക്ക് വേദനയാണ്. അങ്ങനെ നായയുടെ ശരീരത്തിലോട്ട് ഈ ആത്മാവിനെ ഇട്ട് കയറ്റി കൊടുത്തിട്ട് ആത്മാവിന് പുതിയൊരു സാഹചര്യമാണ്, പുതിയൊരു താമസ സ്ഥലമാണ്. ആ താമസ സ്ഥലത്തിനോട് അക്കോമഡേറ്റ് ചെയ്ത് പോകണം. വലിയ പാടാ. അങ്ങനെ ട്രെയിൻ ചെയ്ത് കയറ്റി എടുത്തിട്ടാണ് തിരിച്ച് ഭൂമിയിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നത്. പിന്നെ ഭഗവാനെ പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. നിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാ ആ ഡ്യൂറേഷൻ ഫുള്ള് കഴിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ആ ഫുള്ള് കഴിയുന്നതിന് മുമ്പിട്ട് നിന്നെ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അവിടെ പിന്നീട് ഡ്യൂറേഷൻ ബ്രീത്ത് കൗണ്ടാണ്. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ബ്രീത്ത് കൗണ്ട് 26,000 സംതിങ് ആണ്. ആവറേജ് ബ്രീത്ത് കൗണ്ട് വരുന്നത്. എവിടെയോ കുറിച്ച് വെച്ചിട്ടുണ്ട്. 26,000 സംതിങ് ആണ് ബ്രീത്ത് കൗണ്ട് വരുന്നത്. അപ്പൊ അവിടെ 21,600 ബ്രീത്ത്, 21,600 24 hours. അപ്പൊ അങ്ങനെ ആ എത്ര ബ്രീത്ത് കൗണ്ടിനെ കൊടുത്തിട്ട്, അതായത് ഒരു മനുഷ്യന്റെ ബ്രീത്ത് കൗണ്ട് ഇൻറ്റു 100, ആവറേജ് ഇൻറ്റു 100, കലിയുഗത്തിൽ ആയുസ് ഇൻറ്റു 100. ഇതിനകത്ത് ഏറ്റക്കുറച്ചിൽ വരുന്നത് ഈ ബ്രീത്ത് കൗണ്ടിനെ നിങ്ങൾ പെട്ടെന്ന് എടുത്തത് കൊണ്ടാണ് നേരത്തെ പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ വരുമ്പം ഭഗവാന് ഇതിനൊട്ടും യാതൊരു ബന്ധവുമില്ല. ഉദാഹരണമായിട്ട് ചെലന്തി വലയും ചെലന്തിയും തമ്മിലുള്ള ബന്ധം പോലെ. ചെലന്തിയിൽ നിന്നാണ് ചെലന്തി വല വന്നിരിക്കുന്നത്. അതേസമയം ഈ ചെലന്തി വലയായിട്ട് പിന്നെ ചെലന്തിക്ക് യാതൊരു ബന്ധവുമില്ല. കാര്യം മറ്റു ജീവികൾ കുടുങ്ങും, പക്ഷെ ചെലന്തി കുടുങ്ങത്തില്ല. ഈ ചെലന്തി വലയിലൂടെ ഓടി നടക്കും. അതേസമയം ഈ ചെലന്തി വലയിൽ മറ്റു പ്രാണികൾ കുടുങ്ങും, നമ്മൾ പോലും കുടുങ്ങും. ശരിയല്ലേ? ഇതുപോലെയാണ് ഭഗവാനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലും ഭഗവാനെ
ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ ബാക്കി അതിന്റെ ഭാവാർത്ഥം ഹോംവർക്കാണ്. ജഗന്നാഥ പുരി രഥയാത്രയുടെ ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച സ്നാനയാത്രയായിരുന്നു. പുരി സ്നാനയാത്ര എന്ന് പറയുമ്പം ജഗന്നാഥനും ബലദേവനും സുഭദ്രാമിയും വർഷത്തിൽ ഒരിക്കല് പുറത്തോട്ട് വന്നിട്ട് എല്ലാ ദിവസങ്ങളും നമ്മൾ അങ്ങോട്ട് പോയി ദർശനം എടുക്കുകയാണ്. പക്ഷെ ആ ദിവസം ഭഗവാൻ പുറത്തോട്ട് വരും. ജഗന്നാഥനും ബലദേവനും സുഭദ്രാമിയും എല്ലാം പുറത്തോട്ട് വന്നിട്ട് നമുക്ക് ദർശനം തരും. ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭഗവാന് അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടിരുന്ന് പിന്നെ അതിന്റെ ബാക്കി സങ്കല്പം എന്ന് പറയുന്നത് ഇത്രയും നേരം അഭിഷേകം ചെയ്തതുകൊണ്ട് ജഗന്നാഥനെല്ലാം പനിച്ചിരിക്കുകയാണ്, ജലദോഷം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 14 ദിവസത്തേക്ക് ക്വാറന്റൈൻ ആയിരിക്കും. ഈ 14 ദിവസത്തെ ക്വാറന്റൈൻ കഞ്ഞി മാത്രമായിരിക്കും ജഗന്നാഥനും ബലദേവനും സുഭദ്രാമയും കുടിക്കുന്നത്. ഇതെല്ലാം കുടിച്ച് ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തിയിട്ടാണ് പിന്നെ 14ാമത്തെ ദിവസം രഥയാത്രയ്ക്കായിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പൊ ഇന്ന് ആ ദിവസം ആയതുകൊണ്ട് ജഗന്നാഥ അഷ്ടകം നമുക്ക് കേൾക്കാം. ശില്പമാതാജി റെഡിയല്ലേ? ഹരേ കൃഷ്ണ. നമ്മുടെ രാജീവ് കോടമ്പള്ളി ഒരു സ്ട്രോക്ക് വന്നു. I was in the എന്റെ നെറ്റ് ഇഷ്യൂ ആണോ? ക്ലിയർ അല്ല. hospital actually 2 ദിവസമായിട്ട് അവിടെ എന്റെ നെറ്റ് കണക്ഷൻ. രാജീവ് കോടമ്പള്ളി മറ്റേ RJ? അതെ അതെ. എങ്ങനെ മരണപ്പെട്ടെന്നാണ് മാതാജി പറഞ്ഞത്? അല്ല സ്ട്രോക്ക് വന്നു. ഐ മീൻ കോവിഡ് ആയിരുന്നു. പിന്നെ ഹി ബിക്കേം ബെറ്റർ. പിന്നെ ഇപ്പൊ 1 മാസത്തിനുള്ളിലാണ് ഇപ്പൊ ഇത് സംഭവിച്ചത്. സ്ട്രോക്ക് വന്നു. പിന്നെ ഒരു സൈഡ് പാരലൈസ് ആയി, റൈറ്റ് സൈഡ്. അപ്പൊ ഇപ്പൊ മോള് വിളിച്ചു പറഞ്ഞു ദാറ്റ് ഇങ്ങോട്ട് ഐ മീൻ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് മാറ്റാണ്. യൂസഫ് അലിയാണ് എല്ലാം അറേഞ്ച് ചെയ്തത് അത്രേ. അപ്പൊ നാളെ ചിലപ്പോ മാറ്റും ആളെ. ആള് ഇന്ന് രാവിലെ ബ്ലഡ് വോമിറ്റ് ചെയ്തു. അപ്പൊ കൊണ്ടുപോവാണ്. എനിവേ ഭഗവാൻ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മാതാജി പഠിക്കൂ ജഗന്നാഥാഷ്ടകം. കദാചിത് കാലിന്ദി തത വിപിന സംഗീത കരാവോ മുദാഭിരി നാരി വദന കമലാസ്വാദ മധുപോ രാമ ശംഭു ബ്രഹ്മാമരപതി ഗണേശാർച്ചിത പാദോ जगन्नाथ स्वामी नयन पदगामी भवातु मे भुजे सव्ये वेणुं शिरसि शिखि पिच्छं कथितते दुकूलं नेत्रान्ते सदा श्रीमद्वृन्दावन वसति लीला परिचयो जगन्नाथ स्वामी नयन पदगामी भवातु मे महाम्बोधे स्थिरे कनकरुचिरे नीलशिखरे वसन् प्रसादन्त सहज बल भद्रे पद्याता सकल सुर सेव वत्सर दो जगन्नाथ स्वामी नयन पदगामी भवातु मे कृपा पारावार सजल जलद श्रेणी रुचिरो रमावाणी राम स्फुरदमल पंकेरुहमुख सुरेन्द्रैराराध्य श्रुति गणशिखा गीता चरितो जगन्नाथ स्वामी नयन पदगामी भवातु मे रथारूढो गच्छन् पथि मिलित भूदेव पतालये स्तुति परदुभावं प्रतिपद्यते
पदमुपाकर्ण्य सदय दया सिन्धुर्बन्धु सकल जगतां सिन्धु सुताय जगन्नाथ स्वामी नयन पदगामी भवातु मे पराब्रह्म पीठ कुवलय दलोत्फुल्ल नयनो निवासी नीलाद्रौ निहित चरणोऽनन्त शिरसि रसानन्दो राधा शरसवपुरालिङ्गन सुखो जगन्नाथ स्वामी नयन परगामी भवातु मे न वैयचेराज्यं न च कनकमाणिक्य विभवम् न याचे अहं रम्यां सकल जनकाम्यां वरवधूम् सदा काले काले प्रमथपतिना गीतो चरितो जगन्नाथ स्वामी नयन पदगामी भवातु मे हर त्वं संसारं द्रुततरम् असारं सुरपते हर त्वं पापानां विततिम् अपारां यादवपते अहो दीने नाथे निहित चरणो निश्चितमिदम् जगन्नाथ स्वामी नयन पदगामी भवातु मे जगन्नाथ अष्टकं पुण्यं यः पठेत् प्रयत्त शुचि सर्व पाप विशुद्धात्मा विष्णु लोकम स गच्छति. हरे कृष्ण. ഹരേ കൃഷ്ണമായി. ഹരേ കൃഷ്ണ. ജഗന്നാഥ അഷ്ടകം പുണ്യം നമ്മുടെ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള എല്ലാ പാവങ്ങളും മാറി വിഷ്ണുലോകം പ്രാപിക്കും ഈ ജഗന്നാഥാഷ്ടകം ജപിക്കുന്നത് മൂലം. വളരെ ഭാഗ്യം. അതുകൊണ്ട് വളരെ കുറച്ചു പേർക്ക് ഈ ജഗന്നാഥാഷ്ടകത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റുകയും. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മള് ഭഗവത്ഗീതയിലെ 12ാമത്തെ ശ്ലോകം കഴിയുമ്പോൾ 13ാമത്തെ ശ്ലോകം തുടങ്ങി വെക്കുമ്പോൾ ഉള്ള അർദ്ധതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ ഇന്ന് ഏത് അധ്യായം വായിക്കാമെന്ന് പറഞ്ഞിരുന്നത്? 10ാമത്തെ അല്ലേ വായിക്കേണ്ടത്? 9ാമത്തെ ഏതേ ഉള്ളൂ. ആരാ വായിക്കാമെന്ന് പറഞ്ഞ? അന്നുവാ? യെസ്, ഓക്കെ. श्री भगवानुवाच इदं तु ते गुह्यतमं प्रवक्ष्यामि अनुसूयवे ज्ञानं विज्ञानसहितं यज्ञत्वा मोक्षये सुहृत् राजविद्या राजगुह्यं पवित्रम् इदमुत्तमं प्रत्याक्षावगमं धर्म्यं सुसुखं कर्तुमव्ययम् अश्रद्धाना पुरुषा धर्मस्य स परन्तप अप्राप्य मां निवर्तन्ते मृत्युसंसारवर्त्मनि माया ततम् इदं सर्वं जगत् अव्यक्तमूर्तिना मत्स्थानि सर्वभूतानि न चाहं तेषुमवस्थिता न च मत्स्थानि भूतानि पुष्य मे योगमैश्वरं भूतभृन्ना च भूतस्थो ममात्मा भूतभावना यथाकाशस्थितो नित्यं वायुः सर्वत्र गो महान् ततः सर्वाणि भूतानि मत्स्थानित्योपत्रया सर्वभूतानि कौन्तेय प्रकृतिं याति मामिकां कल्पक्षाय पुनस्तानि कल्पतौ विसृजाम्यहम् प्रकृतिं सम् अवस्थाप्य विसृजामि पुनः पुनः भूतग्रामम् इमं कृत्स्नम् अवसं प्रकृतिर्वसात् न च मां तानि कर्माणि निबद्धन्ति धनञ्जय उदासीनवदासीनम् असक्तं तेषु कर्मसु मायाध्यक्षेण प्रकृतिः सूयते सचराचरम् हेतुनानेन कौन्तेय जगद्विपरिवर्तते अवजनन्ति मामुद्दा मनुष्यं तानुमाश्रितां परं भावमचिन्तो मामभूतमहेश्वरम्
मोघकर्माणो मोघज्ञानविचेतसा राक्षसीम् असुरं चैव प्रकृतिं मोहिनीं श्रिता महात्मानस्तु मां पार्थ देवीं प्रकृतिमाश्रिता भाजानन्त्यानन्दमनसो यत्त्वबुद्धतिमव्ययम् सततं कीर्तयन्तो मा यथानन्तश्च कृतावृता नमस्त्यानन्तश्च मां भक्त्या नित्ययुक्ता उपासते ज्ञाने यज्ञानकापण्ये यजन्तो माम् उपास्यते इक्त्वा न पृथक्त्वेन बहुधा विश्वतो मुखाम् अहं क्रतुरहं यज्ञः स्वदहम् अहम् औषधं मन्त्र अहम् एव ज्यम् अहम् अग्नि अहम् युतम् पिताहम् अस्य जगतो माता तथा पितामहः वेदं पवित्रमोङ्कारं ऋक्सामायजुरेव च गतिर्भर्ता प्रभु साक्षी निवसा शरणं सुहृत् प्रभुः प्रलयस्थानं निदानं बीजमव्ययम् तपमि अहं वर्षं निग्रहामि उत्सृजामि च अमृतं चैव मृत्युश्च सद् असत् चाहमर्जुन त्रैविद्या मां सोमपा पूतिपा यज्ञैरिष्टवा स्वर्गतिं प्रार्थयन्ते ते पुण्यम् असन्त्ये सुरेन्द्रलोकम् अस्नान्ति दिव्यदेवदेवभोगम् ते तां भुक्त्वा स्वर्गलोकं विशालं क्षीणं पुण्यमातलोकविशान्ति एवं त्रयीधर्मानुप्रापन्ना कथं कामलभन्ते अनन्याः चिन्तयन्तो मां ये यज्ञपर्युपासते येषं नित्याभियुक्तानां योगक्षेमव्यवहामयाम् ये या अभ्यन्यदेवता भक्ता यजन्ते श्रद्धयान्विता ते अपि अमाम् एव कौन्तेय यजन्ते अविद्यापूर्वकम् अहं हि सर्वयज्ञानं भोक्तश्च प्रभुरेव च न तु माम् अभिजानन्ति तत्त्वानं ते श्रवन्ति ते यान्ति देववृता देवन् पितॄन् यान्ति पितॄन् वृत्ता भूतानि यान्ति भूतज्ज यान्ति मद्याग्निनो आकिमाम् पत्रं पुष्पं फलं तोयं यो मे भक्ति प्रयाचति तद् अहं भक्तिमुपाहृतम् अस्नामि प्रयतात्मना यत् करोषि दस्नासि यज्जुहोषि ददास्य यत् तपस्यसि कौन्तेय तत् कुरुष्व मदर्पणम् शुभा अशुभा फलैरेव मोक्षसे कर्म बान्धनैः सन्न्यासा योगयुक्ता मा विमुक्ता मा उपास्यसि समो अहं सर्वभूतेषु न मे देवस्ति न प्रिया ये भजन्ति तो मां भक्त्या मायते तेषु काप्यहम् अपि च तेषु दुराचरो भजते मामनन्यभाक् साधुरेवश्च मान्तव्या सम्यक् व्यवस्थिः सा क्षिप्रं भवति धर्मात्मा सस्वच्छान्तिं निकाचति कौन्तेय प्रतिजानीय नामे भक्तप्रणास्यति मामी पार्थव्यभाश्रित्य येऽपि स्युपया पपायोनया स्त्रियो वैश्यस्तथा शूद्रा स्त्री अपि यान्ति परां गतिम् किं पुनर्ब्रह्माण पुण्य भक्तराजस्य या तथा अनित्यम् असुखं लोकम् इमं प्राप मन्मना भावमद्भक्तो मद्याजी मां नमस्कुरु माम् एव स्यासि युक्तैवम् आत्मानं मत्प्रयाणया हरे कृष्ण 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 हरे कृष्ण हरे कृष्ण हरे राम ഹരേ രാമ 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 ഹരേ ഹരേ താങ്ക് യു ഹരേ കൃഷ്ണ മനോഹരമായിട്ടുണ്ട്. അപ്പൊ അടുത്ത 10ാമത്തെ അധ്യായം വായിക്കുന്നത് വിസ്മയോടെ നെക്സ്റ്റ് വീക്ക് വിസ്മയാണ് 2 ചാപ്റ്റർ കുറച്ചെണ്ണം തോന്നുന്നു 2 ശ്ലോകം. വിസ്മയ വന്നോ? വിസ്മയ 42 ശ്ലോകം, നോ ഇഷ്യൂ. ഓക്കെ, റെഡി അല്ലേ? 2 ചാപ്റ്റർ റെഡി അല്ലേ വായിക്കാൻ? ഓക്കെ, വെരി ഗുഡ്. അച്ഛന് കോൺഫിഡൻസ് ഇല്ല കേട്ടോ, അച്ഛൻ പോകാൻ പറ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓക്കെ, ഈ ശ്ലോകത്തിൽ നമ്മൾ കടന്നുപോയ ശ്ലോകത്തിലേക്കുള്ള ജയപ്രകാശ് പ്രഭു എന്ത് പറയുന്നു? തത്വത്തിൽ നമ്മൾ 2 ശ്ലോകം കവർ ചെയ്തു.
ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഹരേ കൃഷ്ണ. ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കി കളഞ്ഞു. വിഷയം പ്രഭു, ഇനി നമ്മളൊന്നും വേണ്ട ക്ലാസ് എടുക്കാൻ കേട്ടോ. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഒതുക്കി. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണം. സർവകാരണങ്ങൾക്കും കാരണനാണ്. ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ഭഗവാന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും അവരുടെ കോട്ട അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത്ര പേർക്ക് കൊടുക്കാനുള്ള കോട്ട ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട്, അത്രയും പേർക്ക് കൊടുക്കും. അപ്പൊ ആ കോട്ട തികയുമ്പോഴാണ് ഈ അടുത്ത കോട്ടയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ചില പ്രാർത്ഥനകൾ നീണ്ടുപോകുന്നത്. കോട്ട കഴിഞ്ഞു, ഇനി അടുത്ത കോട്ട നെക്സ്റ്റ് ഇയറിലേ ഉള്ളൂ അവർക്ക് ചെന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ നോക്കി നിൽക്കണം. ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ സ്പോട്ട് രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബട്ട് ഡയറക്റ്റ് പോകുമ്പോൾ എനിക്കത് പെട്ടെന്ന് സാധിച്ചു തരണേ എന്നുള്ള റെക്കമെൻഡേഷൻ ഇവരുടെ അടുത്ത് എപ്പോഴും കൊടുക്കാൻ പറ്റും. അതിന് ഒരു വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ പ്രാർത്ഥനകളും ആ റെക്കമെൻഡേഷനും 24 hours ഉണ്ട്, ചാലുവാണ്. അപ്പൊ അത് നമുക്ക് അവർക്ക് തരാൻ പറ്റും. ആ ആക്സസ് അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ ആ ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ അടുത്ത് ചെല്ലേണ്ടത്. ഞാൻ ഷോർട്ട് കട്ടായിട്ട് പോവുകയാണ്, ആ പാത ഒന്ന് ക്ലിയർ ആക്കി തരണം. തീർച്ചയായിട്ടും അവരെ കൊണ്ട് പറ്റും, അവർ സാധിച്ചിരിക്കും. ഭഗവാൻ ഏറ്റവും വലിയ ഭക്തനാണ് മഹാദേവൻ. അതുപോലെ തന്നെ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദുർഗാദേവിയുടെ മടിത്തട്ടിലാണ് നമ്മൾ കിടക്കുന്നത്. ആ ദുർഗാദേവിയുടെ അടുത്ത് പറയുകയാണ്, ഈ മടിത്തട്ടിൽ നിന്ന് മതി, ഭഗവാന്റെ അടുത്തേക്ക് എന്നെ ഒന്ന് പറഞ്ഞു വിടുമോ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുർഗാദേവി. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, ശാസ്ത്രം പറയുന്നത്, ശരിയായ ഒരു ദേവി ഭക്തനും ശരിയായ ഒരു മഹാദേവ ഭക്തനും അൾട്ടിമേറ്റ്ലി ചെന്ന് എത്തുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. പലർക്കും അനുഭവം കാണും. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന പലരുടെയും അനുഭവം അത് തന്നെയായിരിക്കും. അല്ലേ? ശരിയല്ലേ രാജീവ് പ്രഭു? അല്ലേ? രാജീവ് പ്രഭു അടിവരയിട്ട് പറഞ്ഞു, ഇനി രണ്ടാമതൊരാളോട് ചോദിക്കേണ്ട യാതൊരാവശ്യമില്ല. ഒറ്റ വാക്കിൽ ഉത്തരം തികഞ്ഞു കിട്ടി. കൺഫേംഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു, നമ്മള് 13ാമത്തെ ശ്ലോകം നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. 13ാമത്തെ ശ്ലോകം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ അല്ലേ? അതെ. പ്രഭു പറഞ്ഞോളൂ. ഞാൻ പറയണമെന്നല്ല ഞാൻ പറഞ്ഞു. അല്ല, വിട്ടുപോയിരിക്കുന്ന കാര്യങ്ങൾ പ്രഭു പറഞ്ഞോളൂ. അല്ല, അതിനെ കുറിച്ച് പ്രഭു അടുത്ത ക്ലാസ് പറയുമല്ലോ അല്ലേ? പ്രഭു ഇപ്പം പറയാൻ പറ്റില്ല, എല്ലാരും ഒന്ന് പറഞ്ഞോളൂ. സമയമുണ്ട്, പറഞ്ഞോളൂ. സമയം ഉണ്ട്. അല്ല, അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമല്ലേ അല്ലേ? അതുകൊണ്ടാണ് ഞാനും അങ്ങനെ വെച്ചത്. ഈ 4 വർണ്ണങ്ങൾ അതെ ഭഗവാൻ സൃഷ്ടിച്ചെങ്കിലും ഭഗവാൻ അതുമായിട്ടും അതല്ലേ ചിലന്തിയുടെ കാര്യം പറഞ്ഞത് പ്രഭു. അതെ, ചിലന്തി വലയും. നമ്മളൊരു വലയിലാണ്, ഈ 4 വർണ്ണങ്ങളിൽ കിടന്ന് കറങ്ങുകയാണ്. അതില് അത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഗുണകർമ്മ വിഭാഗസ. അപ്പൊ ഈ ജാതി വ്യവസ്ഥ മൊത്തത്തിൽ തെറ്റാണ് നമ്മൾ ഈ ഫോളോ ചെയ്യുന്നത്. അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. വായിക്കാതെയാണ് ആളുകൾ കിടന്ന് കറങ്ങുന്നത്. സത്യം. ജാതിയും പറഞ്ഞു നടക്കുന്നു. അതൊരു വലിയ സത്യം. അതെന്താണ് മാറാത്തത്? എന്നിട്ട് ഈ മറ്റു കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ ഈ സിസ്റ്റം മാറുന്നില്ല. എന്ത് പറഞ്ഞിട്ട് പഠിപ്പൊക്കെ നടക്കുന്നുണ്ട്. അവസാനം വീണ്ടും അത് ഉൾക്കൊള്ളാത്തതിന്റെ തകരാറാണ്. ഭഗവത്ഗീത നടക്കുന്നുണ്ട് കാലങ്ങളായിട്ട്. പക്ഷെ ജാതി വ്യവസ്ഥ അവിടെ തന്നെ ഉണ്ട്. അത് കണക്ക് സ്ത്രീധന വ്യവസ്ഥയും അവിടെ തന്നെ ഉണ്ട്. ഓണില്ല, പഠിത്തം നടക്കുന്ന നിയമം കൊണ്ടുവന്നു, നിരോധിച്ചു, എല്ലാം ചെയ്തു. ഇത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആത്മീയമായിട്ട് ഉൾക്കൊള്ളുന്നില്ല, ആത്മീയ ബോധം ഉണ്ടാകുന്നില്ല, ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ശരിയായ രീതിയിലുള്ള ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞു വന്ന ശരിയായ ആചാര്യനിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ച വേർഡാണ്.
ശരിയായ ആചാര്യനിൽ നിന്നുള്ള വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളും ശിഥിലമായി പോകുന്നത്. നോക്കൂ, ഒരുമിച്ച് ഭർത്താവും ഭാര്യയും മക്കളും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഇരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു റൗണ്ട് ചെയ്യുന്ന ഒരു കുടുംബം. ഭാര്യ അടുക്കളയിൽ കയറുകയാണെങ്കിൽ ആ അടുക്കളയിൽ അവരുടെ കൺസെപ്റ്റ് ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഉള്ള മനസ്സുള്ള ഒരു കുടുംബം. ഭർത്താവ് വിചാരിക്കുകയാണ് ഞാൻ ഭഗവാന്റെ സേവകനാണ്, ഞാൻ ഒന്നിനും വലിയൊരാളല്ല എന്ന് പറയുന്നൊരു കുടുംബം എങ്ങനെ ശിഥിലമാവും? അപ്പം അതറിയണമെന്നുണ്ടെങ്കിൽ ശരിയായ ഒരു ആചാര്യനെ ഫോളോ ചെയ്യണ്ടേ. അതല്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പം കഴുത്തിന്റെ പിന്നെ വെയിറ്റ് നോക്കിയിട്ട് അതെല്ലാം നോക്കിയിട്ട് പറയും, രാവിലെ അമ്മ വിളിച്ച് പറയും, എടാ അവളെ അങ്ങ് കൊണ്ടാക്കാൻ പറയും. എന്താ കാര്യം? നമ്മൾ പറഞ്ഞതിനകത്ത് തന്നെ ഒരു മാല കുറവുണ്ടെന്ന് തോന്നുന്നു. ഉടനെ ഇത് കേൾക്കേണ്ട താമസം മോനെ വിളിച്ചിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാന്ന് പറയും. രാത്രി കൂടെ കടന്നു പോയി അങ്ങ് മറന്നുപോകും. തമാശ പറഞ്ഞു. ഇപ്പം ആത്മീയ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ്. ആത്മീയ വിദ്യാഭ്യാസം ആത്മീയമായി പുരോഗതി ചെയ്യണം. അല്ലെങ്കിൽ ഇത്തരം ഭൗതികമായ സബ്ജക്റ്റുകളേ ഉള്ളൂ. എന്നാൽ ആ അമ്മ പറയത്തില്ലെങ്കിൽ ആ അച്ഛൻ പറയത്തില്ല, എടാ രാത്രി വിളക്ക് കൊളുത്തിയോ, സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണോ നിങ്ങൾ കയറി പോകുന്നത്? മധുവിധ കാലത്ത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ഏതൊരച്ഛൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊരമ്മ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണോ കയറിപ്പോകുന്നതെന്ന്? ആസുരികമായിട്ടാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. ഒരു വട്ടം കൂട്ടുകാർ കാണും, ആ കൂട്ടുകാരുമായിട്ട് ആഘോഷിച്ചിട്ട് 10, 11, 12 മണിക്ക് വരെ ഭാര്യ അവിടെ വെയിറ്റ് ചെയ്യും, നവവധു അവിടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് കയറിപ്പോകും. തികച്ചും ആസുരികം. ഇപ്പോഴത്തെ കല്യാണ പോസ്റ്റ് ഇതാണ്. ജയപ്രകാശ് ബാബു കണ്ടിട്ടില്ല നാട്ടിലിപ്പോ കല്യാണം? കരിയിലേക്ക് വെച്ചിട്ട് സൈക്കിളിനകത്തൊക്കെ വെച്ച് കെട്ടി ഈ പൊക്കി കെട്ടി ഭയങ്കര ചപ്പളാം കുത്തുമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അതായത് പണ്ട് ഈ വേടര് നൃത്തം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പണ്ട്, വേടര് നൃത്തം. ഇപ്പൊ അതാണ് വേടര് നൃത്തം ചെയ്തിട്ടുകൊണ്ടാണ് ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ആണും പെണ്ണും എല്ലാം കൂടെ വരുന്നത്. ഭഗവാനെ തീരെ മറന്നു. എന്തിനാണ്? അതായത് ഗർഭധാരണ സംസ്കാരത്തെ പറ്റി ഒന്നും അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കൗൺസിലിംഗ് ഇല്ല, അങ്ങനെ ക്ലാസ് ഇല്ല. അവസാനം വന്നിട്ട് പിന്നെ ഭഗവാനെ വിളിക്കുന്നതിന് പകരം മുറിക്കകത്ത് പാമ്പിനെ വിളിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ വേറെന്തിനെങ്കിലും വിളിച്ചുകൊണ്ട് വരും. പാവപ്പെട്ട ഒരു കുടുംബം തകരും. ആ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മകളെ നഷ്ടപ്പെടും. ഇതാണ് സംഭവിച്ചത്. പ്രഭു ശരിയല്ലേ? ശരിയാണ്. അതിനകത്ത് എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. എല്ലാവരും അപ്പൊ ഇങ്ങനൊരു സിസ്റ്റം ഉള്ളൊരു വീട്ടിൽ ഇതിനുള്ള സാധ്യത വളരെ കുറച്ച് കുറഞ്ഞിരിക്കും. ഞാൻ പൂർണ്ണമായി എന്ന് പറയുന്നില്ല, പക്ഷേ സാധ്യത കുറഞ്ഞിരിക്കും. അവര് നാമം ജപിച്ചിട്ട് ഇരുന്ന് മരുമോളെ അടിക്കാൻ പറ്റൂലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അമ്മമാരുടെ ആൺകുട്ടികളുടെ മേലുള്ള ഇൻഫ്ലുവൻസ് കുറച്ച് കൂടുതലാണ്. അതെ, ഈ ആൺകുട്ടികളെ കുറച്ച് ഒരു സുപ്പീരിയർ ആക്കി വളർത്തുന്നതിൽ അമ്മമാർക്ക് ഒരു റോളുണ്ട്. അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അത് കുറച്ച് പ്രശ്നമാണ്. അതാണ് ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഈ മകന് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യമാണ്. അപ്പൊ അത് ഇങ്ങനെ അവന്റെ ഉള്ളിൽ കിടന്നിട്ട് അത് അവൻ അമ്മ പറയുന്ന കേൾക്കുകയും ചെയ്യും. അവസാനം ഈ പെൺകുട്ടി വരുമ്പോ അമ്മയുടെ പെട്ടെന്നുള്ളൊരു പൊസിഷനാണ് നഷ്ടമാകുന്നത്. അതൊരിക്കലും അമ്മ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പല രീതിയിൽ അത് പുറത്തു വരും. അതായിരിക്കണം ഒരുപക്ഷെ ഒരു റൂട്ട് കോസ്. 90% കുടുംബങ്ങളിലും ഈ റൂട്ട് കോസ് ഉണ്ട്. ഇല്ലുണ്ട്, അത് കാണുന്നുണ്ട് പൊതുവെ. ഒരിക്കലും എന്തായാലും ഹരേ കൃഷ്ണക്കാർ അത് ചെയ്യില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഹരേ കൃഷ്ണ നേരത്തെ പറയുന്നത് സാധ്യത കുറവാണെന്നേ പറയാൻ പറ്റൂ. സാധ്യത കുറവാണ്. ഇതേ ആളുകൾ തന്നെയാണല്ലോ ഇതെല്ലാം. അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല, ഉറപ്പാ. ഇങ്ങനെ നാമജപവും സിസ്റ്റവും ഉള്ളൊരു വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലേലും ഇത്രയും വലിയ ഫിലോസഫി ഒക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും തുല്യരല്ല. അതെ, ഇത് തന്നെ നമ്മൾ നേരെ കറങ്ങി തിരിഞ്ഞ് ഈ കർമ്മത്തിൽ ചെന്ന് നിൽക്കും. അവനവന്റെ കർമാസ്
എന്റെ കർമ്മം ശരിയല്ലെങ്കിൽ നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ കർമ്മം എവിടെ നിന്ന് വരുന്നു എന്നും നമ്മൾ പഠിച്ചതുപോലെ കർമ്മം ജന്മത്തിൽ നിന്ന് വരാം, കർമ്മബന്ധമായി വരാം. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ഇത് കൂട്ടി യോജിപ്പിക്കാൻ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊള്ളുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞത് പോലെ നമ്മൾ ശരിക്കുള്ള ഭക്തിയിലേക്ക് ആത്മജ്ഞാനത്തിൽ എത്താത്തതും അതിനെ ഫോളോ അപ്പ് ചെയ്യാത്തതും തന്നെയാണ്. പ്രത്യേകിച്ച് രാമനാമം ജപിക്കുക, നമ്മൾ പറയില്ലേ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന കർമ്മങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കൊക്കെ തോന്നിയിട്ടുള്ള എന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിലോട്ട് ഞാൻ ശരിക്കും ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ എനിക്ക് പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ഞാൻ പണ്ട് ചെയ്തിരുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അത് ചിന്തിച്ചാൽ പോലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആവും. ഒരു മോശമായ കാര്യം ചിന്തിക്കുന്നത് പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറുന്നു എന്നുള്ളത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. അത് ഞാൻ ഭഗവാനോട് എങ്ങനെ നന്ദി പറയും? ഞാൻ ദിവസവും അത് ആലോചിക്കാറുണ്ട് പ്രഭു. അത് ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടോ പറയുന്നല്ല. എനിക്കത് ബോധ്യത വന്നു തുടങ്ങി. അത് എന്റെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയും ഒക്കെ അത് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പണ്ട് ചെയ്ത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ആ വ്യത്യാസം തന്നെയാണ് ഓരോ കുടുംബങ്ങളിലും വരേണ്ടത്. അതിലൂടെ മാത്രമേ ഈ രാക്ഷസീയത മാറുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പണം ഉണ്ടായിട്ടോ പ്രശസ്തി ഉണ്ടായിട്ടോ ഒരുപാട് വാരിക്കൂട്ടിയിട്ടോ ഇത് മാറുന്നതല്ല. അപ്പോ അതിനെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ വിഷയസുഖങ്ങളിൽ ഊന്നിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. പകരം നമ്മൾ മറുവശം അങ്ങ് മറന്നേ പോകുന്നു എന്നുള്ളതാണ്. പണമുണ്ട്, പ്രതാപമുണ്ട്, ആരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്നത്. ഇപ്പൊ ഈ സ്ത്രീ ഒരു പെൺകുട്ടി മരിച്ചു, നമ്മൾ അതിന്റെ ഒരു വശം ചിന്തിച്ചാൽ അവർ വലിയ പൈസ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ആ കുട്ടിയെ വലിയ രീതിയിലാണ് കല്യാണം കഴിച്ചു വിട്ടത്, എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ തികയേണ്ട ഒരു കാര്യം തികഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ കാരണം. അപ്പൊ ആ ബോധ്യതയിലേക്ക് എത്തണമെങ്കിൽ ഈ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം തുറന്ന് വായിക്കേണ്ടതുണ്ട്. അത് വായിക്കാത്തത് തന്നെയാണ് പ്രധാന ഇഷ്യൂ. അപ്പൊ അത് കാലാകാലങ്ങളിൽ അനുവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളും മറന്നിട്ട് വിഷയസുഖങ്ങളിൽ നമ്മൾ രമിച്ചു പോയി, ഒരുപാട് ഇൻഡൽജ് ആയി പോയി. അത് തന്നെയാണ് കാരണം. ശരിയാണോ? ഇങ്ങനെയുള്ള ആൾക്കാര് പുസ്തകം വായിക്കുന്നേ വിചാരിക്കുന്ന അതെ, ഈ രീതിയിൽ പോകുന്ന ആൾക്കാർ പുസ്തകം ഒരിക്കലും വായിക്കത്തില്ല. വായിക്കില്ലല്ലോ. അല്ല, ആ പെൺകുട്ടിയുടെ പേരൻസിനെയും നമുക്ക് പറയണം. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ആ കുട്ടി ഫുൾ ടൈം ടിക്ടോക്കിലും അവരുടെ അച്ഛനും ടിക്ടോക്കിലും എല്ലാവരും ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് ഓൾ ദിസ് ഭഗവത്ഗീത ആൻഡ് ഭാഗവതം എല്ലാം അവരെല്ലാം അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പം സോ ഡെഫിനറ്റ്ലി ഒരു ചെറിയ ഇംമെച്യൂരിറ്റി ആ കുട്ടിയുടെ കയ്യിലുണ്ട്. ഇൻ കേസ് ആ മാരേജ് നടക്കുന്നില്ല അല്ലെങ്കിൽ ടോർച്ചർ അനുഭവിക്കണമെങ്കിൽ ഷീ ക്യാൻ ഗോ ബാക്ക് ടു ഹർ ഹൗസ്. എന്തിനാ സൂസൈഡ് ചെയ്യാൻ പോണത്? അതെ, അതിനകത്ത് ശില്പമാജി പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അനലൈസ് ചെയ്ത് നോക്കിയപ്പം ഇതിനകത്ത് വിവാഹം, അതായത് നിശ്ചയം കഴിഞ്ഞതിന് ശേഷം, എൻഗേജ്മെന്റിന് ശേഷം ഉള്ള വിവാഹത്തിന് മുമ്പുള്ള ദിവസങ്ങൾ ഈ മഹാന് ഈ പെൺകുട്ടിയെ കാണാൻ പോവുകയും ആ കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് ഉപദ്രവിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ആ സമയത്ത് കല്യാണം കഴിക്കുന്നതിന് മുമ്പിട്ട് ഇങ്ങനെ ഓരോ അച്ഛനും അമ്മയും ചിന്തിക്കേണ്ടതാണ് നമ്മളിപ്പം പറയുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പിട്ട് ഇത്രയധികം റെസ്ട്രിക്ഷൻസും ഉപദ്രവവും ശാരീരികമായിട്ട് ഉപദ്രവിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ശാരീരികം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ ശേഷം എന്തായിരിക്കും സ്ഥിതി? കല്യാണത്തിന് മുൻപ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ തെറ്റാ, ആ പെൺകൊച്ചിന്റെ തെറ്റാണ്. അത് മുന്നോട്ട് പോവാൻ പാടില്ല. ഓക്കെ, എന്നാലും മുന്നോട്ട് പോയി. പക്ഷെ സൂസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് നേരെ പോയി അവർ വീട്ടിലേക്ക് തിരിച്ചു പോവാം, ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. ഈ പറയുന്നതിന്റെ കൂട്ട് ഇതെല്ലാം ഒരു കർമ്മയോഗമാണ്. അതെ, നമുക്ക് ഇവിടുന്ന് പക്ഷേ അല്ലെങ്കിൽ അവർക്കത് മോശമാണെന്ന് വരാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ പ്രഷർ ഭയങ്കര മാരകമാണ് ഇവിടെ. അതെ. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞതിന്റെ കൂട്ട് ആദ്യമായി നമ്മൾ പ്രബുദ്ധരാവണം. അതെ, ആത്മീയമായി. അത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. അത് മാത്രം. നമ്മൾ എപ്പോഴും പറയും കേരളം 100% ലിറ്ററസിയാണ്, 0% ലിറ്ററസിയാണ്. ആധ്യാത്മിക നോളജ് ഇല്ല. കേവലം ഇത് സ്പഷ്ടമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുക.
ഇതല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾ ഇനി എത്ര അല്ല, ഇപ്പൊ നമ്മള് കുട്ടികളെ വളർത്തുമ്പോ അവരെ ഇന്റലിജൻസ് അവരുടെ മറ്റേ IQ പോരാ, അവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് കൊടുക്കണം. അതിനാണ് ആത്മീയത്തിലേക്ക് വരുന്നത്. ഒറ്റ കുട്ടികൾക്ക് EQ എന്ന് പറയുന്ന സാധനമില്ല, എല്ലാരും IQ എന്ന് തോന്നിപ്പോയി. അല്ല, IQ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് SQ, സ്പിരിച്വൽ കോഷ്യൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ മരിക്കുന്നതെല്ലാം ഏത് കുട്ടികളാ, ഏത് ആൾക്കാരാണെന്ന് നോക്കി. എല്ലാം മരിക്കുന്നതെല്ലാം സാമ്പത്തികമായിട്ട് നല്ല സിറ്റുവേഷൻ, നല്ല പ്ലാറ്റ്ഫോമിലുള്ളവരാണ്. സാമ്പത്തികമല്ല, നമ്മുടെ ഹിന്ദു പിള്ളേരാണ് മരിക്കുന്നതല്ല. കാര്യം അവര് ആത്മീയമായിട്ട് വളരെ ലോ ലെവലിലാണ്. മറ്റവർക്കെല്ലാം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആത്മീയം അവർ കൊടുക്കും. ചേട്ടാ, അവര് പറയുന്നത് കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് ഭഗവാൻ പറയുന്നുണ്ട്, ഏത് ദേവതയും ആരാധിക്കാം, അതിനകത്ത് ഒബ്ജക്ഷൻ ഒന്നുമില്ല. അവര് കൃത്യമായിട്ട് അവരുടെ പ്രാർത്ഥനകൾ നല്ലതുപോലെ കൊണ്ട് നടന്നിട്ടാണ്, അവരെന്താണോ പ്രാർത്ഥിക്കുന്നത് അതിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്. ഒരു മരണ വീട്ടിൽ പോലും ചെന്ന് നോക്കൂ, നമ്മുടെ സമൂഹത്തില് പ്രാർത്ഥനകൾ ഒരു മരണ വീട്ടിൽ എന്തായിരിക്കും? അവിടെയും പരദൂഷണം പറച്ചിലായിരിക്കും. 4 പേര് വന്ന് ഉടനെ പിന്നെ ഒച്ച വിളിക്കും, കരയും, നിലവിളിക്കും, അത്രയേ ഉള്ളൂ. അതെ, ഈ ലവ് ജിഹാദില് മാറിയ കുട്ടികളെല്ലാം, ഇസ്ലാമിലോട്ട് മാറിയ കുട്ടികളെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. പാരന്റ്സ് നമ്മളെ പഠിപ്പിച്ചില്ല, പാരന്റ്സ് ഒന്നും നമ്മളെ അടുത്ത് പറയുന്നില്ല ചെയ്യാനായിട്ട്. എല്ലാ കുട്ടികളും പറയുന്നത് അവന് പഠിക്കാനുണ്ട്, അവൻ പോട്ടെ. ഈ പഠിക്കാൻ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഭഗവത്ഗീത വായിക്കുന്ന ഈ കുട്ടി 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എത്ര നിമിഷം ടിക്ടോക്കിൽ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഈ ഡിവൈസ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു പേരന്റും ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടികൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് പോയി പഠിക്കടാ, ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രല്ല പ്രഭു, ഈ കുട്ടികള് പറയുന്നത് എന്താ അറിയോ, ഇവര് ഹോസ്റ്റൽ റൂമില് പഠിക്കുന്ന സമയത്ത് മറ്റേ മുസ്ലിം കുട്ടികള് അവരുടെ പ്രാർത്ഥനകള് റെഗുലർലി ചെയ്ത്